ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളം, ഉത്തർപ്രദേശ്, കർണാടക, പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ ഉൾപ്പെടെ 88 മണ്ഡലങ്ങളാണ് ഈ മാസം 26, അതായത് ഈ വെള്ളിയാഴ്ച ജനവിധി തേടുന്നത്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഈ രണ്ടാം ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ പൊതുവെ വിലയിരുത്തുക? ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു പ്രതീക്ഷയും ഏത് തരത്തിലാണ്? KP 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 88 മണ്ഡലങ്ങളിൽ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. അതിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയം. ഒപ്പം ദക്ഷിണ ഭാരതത്തിലെ തന്നെ കർണാടകയിലെ 14 മണ്ഡലങ്ങളുണ്ട്. കൂടാതെ ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ 5 മണ്ഡലങ്ങളിലെ ജമ്മു മണ്ഡലത്തിലുമാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അങ്ങനെ 88 മണ്ഡലങ്ങളിൽ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രചരണം അതിശക്തമായി ചൂടുപിടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഈ രണ്ടാം ഘട്ടത്തിൽ വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള മുസ്ലിം പ്രീണനത്തെ പറ്റിയാണ്. കാരണം മൻമോഹൻ സിംഗ് തന്നെ 2006 ദേശീയ വികസന കൗൺസിലിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ പ്രഥമ അധികാരി അല്ലെങ്കിൽ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് തുറന്നു പറയുന്ന ചില പ്രസ്താവനകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും UPA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായി. അത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ഒരിക്കൽ കൂടി കോൺഗ്രസിന് ദേശീയ തലത്തിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ അധികാരം അത് ഏതെങ്കിലുമൊക്കെ ചില മതവിഭാഗങ്ങൾക്ക് വീതിച്ച് നൽകുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ നടക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി തൻ്റെ പ്രസ്താവനയിൽ അടിയുറച്ചു നിന്നു. അദ്ദേഹം വീണ്ടും വിവിധ റാലികളിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. കാരണം മുസ്ലിം പ്രീണനം എന്നത് കോൺഗ്രസിൻ്റെ ഒരു നയമാണ്. അത് അവരുടെ പ്രധാനമന്ത്രിമാർ തന്നെ പല കാലഘട്ടങ്ങളിൽ തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രപരമായ വസ്തുതയാണ് താൻ ഓർമ്മപ്പെടുത്തിയത് എന്ന നിലപാടിൽ പ്രധാനമന്ത്രി അടിയുറച്ചു നിൽക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ പ്രചരണം അതിശക്തമായി ചൂടുപിടിക്കുന്നു. അതിതീവ്രമായ അടിയൊഴുക്കുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുന്നു. അങ്ങനെ ഒരു വാശിയേറിയ മത്സരം നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഒപ്പം 2019 ഈ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 88 മണ്ഡലങ്ങൾ 2019 നോക്കുമ്പോൾ അതിൽ 62 BJP നേതൃത്വം നൽകുന്ന NDA ആണ് വിജയിച്ചിരിക്കുന്നത്. അതായത് BJPക്ക് വലിയ മേധാവിത്വം ലഭിച്ച മേഖലകളിൽ തന്നെയാണ് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 88 മണ്ഡലങ്ങളിൽ 62 NDAയും 25 സ്ഥലങ്ങളിൽ മാത്രം ഇടത് പാർട്ടികൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 25 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2019 സംഭവിച്ചത്. അങ്ങനെ കേരളവും അതോടൊപ്പം തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം നേടിയ സീറ്റുകൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ വളരെ കുറവാണ്. ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ അതിൽ NDAക്ക് മേധാവിത്വമുള്ള അല്ലെങ്കിൽ NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ് കൂടുതൽ. അതിനാൽ സ്വാഭാവികമായും 400 എന്ന ഒരു നമ്പർ പ്രതീക്ഷിക്കുന്ന BJP ഇത്തവണ കഴിഞ്ഞ തവണ ഈ മേഖലകളിൽ നേടിയതിനെക്കാട്ടിൽ കൂടുതൽ, അതായത് വലിയൊരു മേധാവിത്വം ഈ ദക്ഷിണ ഭാരതത്തിൽ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ലക്ഷ്യമിടുന്നുണ്ട്. നമുക്കറിയാം അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് BJP അധ്യക്ഷൻ ഇന്ന് വയനാട്ടിൽ പ്രചരണത്തിനെത്തുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി ദക്ഷിണ ഭാരതത്തിലെ വിവിധ സീറ്റുകൾ കൂടി നേടി വോട്ടിംഗ് ശതമാനം ഒരു 50-ന് മുകളിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിക്കുക, അതാണ് BJPയുടെ ലക്ഷ്യം. അതിനാൽ പ്രചരണം കൂടുതൽ ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസവും കാണാൻ കഴിയുന്നത്. KP